പത്തനംതിട്ട പെരുന്നാട്ടെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് FIR. യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് FIR പറയുന്നത്. കൊലപാതകം രാഷ്ട്രീയ വിരോധം മൂലമാണെന്നായിരുന്നു CPMന്റെ ആരോപണം. ഇന്നലെ രാത്രിയാണ് മഠത്തൂമുഴി സ്വദേശി ജിതിൻ കൊല്ലപ്പെട്ടത്. 3 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നന്ദുഷ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, പോലീസ് എന്താണ് പറയുന്നത്? അതേസമയം CPMന്റെ ആരോപണം മറിച്ചാണല്ലോ. നിഷാദ്, ഇന്നലെ രാത്രി 10 മണിക്ക് ഈ ജിതിന് കുത്തേറ്റ സമയം ഒപ്പമുണ്ടായിരുന്ന വിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ FIR-ലാണ് ഈ കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ല, അതല്ലെങ്കിൽ യുവാക്കൾ ഉണ്ടായ അടിപിടിയെ തുടർന്നുണ്ടായ ഒരു കൊലപാതകമാണിതെന്ന രീതിയിലുള്ള ഒരു പരാമർശമുള്ളത്. അതിൽ തന്നെ ഈ പറയുന്ന CITU നേതാവായിട്ടുള്ള ജിതിനെയും അതോടൊപ്പം ഈ കൊലപ്പെടുത്തിയ ആള് ഉൾപ്പെട്ട വിഷ്ണു BJP പ്രവർത്തകനാണെന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു അബ്രഹാമിന്റെ പ്രതികരണം. അതായത് കൊലപാതകം രാഷ്ട്രീയം മൂലം തന്നെയാണെന്ന് CPM ആരോപിച്ചിരുന്നു. ഏതായാലും പോലീസ് ഈ കാര്യങ്ങളൊന്നും FIR-ൽ പരാമർശിച്ചിട്ടില്ല. യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടിക്ക് ശേഷമാണ് കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് FIR-ലുള്ളത്. നിലവിൽ 3 പ്രതികളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 5 പ്രതികൾ കൂടി, അതായത് ഈ ജിതിനെ കുത്തിയ വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികൾ ഇനി പിടിയിലാകാനുണ്ട്. റാന്നി DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ബാക്കി പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. എങ്കിലും രാഷ്ട്രീയ വിവാദം കനക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറിയുടെ ഈ ആരോപണത്തെ തള്ളി BJP ജില്ലാ അധ്യക്ഷനും രംഗത്തെത്തി. ഈ പ്രതികളിൽ ആരും BJP-യുമായോ RSS-യുമായോ ബന്ധമുള്ളവരല്ലെന്ന് BJP ജില്ലാ അധ്യക്ഷൻ സൂരജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിലൂടെ DYFI ഇപ്പോൾ ഇതിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. CPM ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി തന്നെ മാറ്റാനുള്ള ഉദ്ദേശത്തിലാണ്. കാരണം രാജു അബ്രഹാം വ്യക്തമായി തന്നെ പറയുന്നു, RSS പ്രവർത്തകനായിട്ടുള്ള വിഷ്ണു എന്നാൽ CITU-വിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഇതിനെ കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിലുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPM ഇപ്പോഴും. നിഷാദ്.